നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ തല്ലിച്ചതച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ പുതുതലമുറ, ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്ന പുതുതലമുറ പഠിക്കുന്ന വിവരവും വിദ്യാഭ്യാസവും നേടാൻ വേണ്ടി കോളേജുകളിൽ പോകുമ്പോൾ അവിടെ കാണിച്ചു കൂട്ടുന്ന ഇത്തരം കൊള്ളരുതായ്മകളുടെ ഒരു ചിത്രമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. വെള്ളറട വാഴ്ചാൽ ഇമ്മാനുവൽ കോളേജിലാണ് റാഗിങ്ങിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്നത്. കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ നെയ്യാറ്റിങ്ങര സ്വദേശി മനു എസ് കുമാറിനാണ് ഇത്തരത്തിൽ റാഗിങ്ങിന്റെ പേരിൽ മർദ്ദനമേറ്റത്. കോളേജിന്റെ മറ്റൊരു ബിൽഡിംഗിൽ ഇത്തരത്തിൽ പ്രവേശിച്ചപ്പോഴാണ് സീനിയർ വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ചതെന്നാണ് ഈ ഒരു വിദ്യാർത്ഥി പറയുന്നത്. 15ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ചെത്തിയാണ് തന്നെ മർദ്ദിച്ചതെന്നും എല്ലാവരും കൂടെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. കൂടാതെ തറയിൽ കിടന്ന് ഉരുളാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് തയ്യാറാവാത്തതിനെ തുടർന്നാണ് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുമെന്നും പറഞ്ഞതെന്നും മനോജ് കുമാർ പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ തന്റെ ഷർട്ട് വലിച്ചു കീറിയെന്നും പരാതിയിലുണ്ട്. മർദ്ദനമേറ്റതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷമാണ് പോലീസിന് റാഗിംഗ് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത്. ആര്യങ്കോട് പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ ദേഹത്ത് മുഴുവൻ വലിയ രീതിയിൽ തന്നെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ വിദ്യാർത്ഥി മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഒരു 10-15-20 പേരെങ്കിലും ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ ബാച്ചായിട്ടാണ് ഇറങ്ങി വന്നത്. പക്ഷേ ഇതൊന്ന് ഈ കൈ ഞാൻ മുഖത്ത് ഇങ്ങനെ വെച്ച് മുഖത്തൊന്നും അടി കിട്ടാതിരിക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ട് ഏകദേശം ഒരു 3 പേരൊക്കെ കണ്ടു. അന്ന് പിന്നെ 2 പേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ പേരും പറഞ്ഞിട്ടുണ്ട്, അൻസലും പ്രണവും എന്ന്. അങ്ങനെ പേരും കണ്ടുപിടിച്ചിട്ടുണ്ട്. 3rd ഇയറിലെ പിള്ളേരെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അച്ഛനാണ് ആശുപത്രി കൊണ്ടുപോയത്. മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തു. അച്ഛനെ വിളിച്ച് പറയാൻ അവർ ഇൻഫോം ചെയ്തിട്ടില്ല. ഈ കുനിഞ്ഞിരിയടാന്ന് പറഞ്ഞ് കുനിയിരിക്കാതെ കുനിച്ചത് ഇടിക്കുകയായിരുന്നു ചെയ്യുന്നത്. പിന്നെ തറയിൽ കിടന്ന് ഉരുളടാന്ന് പറഞ്ഞ് ഉരുള് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഇവർ മാക്സിമം കാലിലൊക്കെ പിടിച്ച് വീഴ്ത്താനൊക്കെ ശ്രമം നടത്തി. പിന്നെ കൊല്ലുമെന്നൊക്കെ ഉള്ള ഭീഷണിയും പറഞ്ഞു. അതിന് ശേഷം ഷർട്ടൊക്കെ വലിച്ച് കീറുന്നതിനെ കൊല്ലും എന്ന് പറഞ്ഞ് ഷർട്ടൊക്കെ വലിച്ച് ഊരാന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ കിടന്ന് വിളിക്കുന്നത് കേട്ടു. അപ്പോൾ അത് ചെയ്യാത്തതിനായി ഇവർ അടിയുടെ ഇടയിൽ ഷർട്ടൊക്കെ വലിച്ച് കീറാൻ ശ്രമിച്ച് ബട്ടൺസൊക്കെ അങ്ങ് പൊട്ടി ഷർട്ടിൻ്റെ ആ മുകളിലത്തെ ഇത്രയൊരു ഭാഗം ഒന്ന് കീറി അങ്ങ് പോയിട്ടൊക്കെ ഉണ്ട്. ഇത് ടീച്ചറിന് പേര് കൊടുക്കാനായിട്ട് ബ്ലോക്കിൽ കയറിയപ്പോൾ അപ്പോഴത്തെ കോമ്പൗണ്ടിൽ കയറിയാണ് ആദ്യം ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ പറഞ്ഞത്. കോമ്പൗണ്ടിൽ കയറിയെന്നും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ആദ്യം ഇങ്ങനെ കയറി ഒന്ന് വളഞ്ഞതും. ഇവർ അടിവയ്ക്കുന്ന ഇടയിലൊക്കെ നല്ല ഭീഷണിയൊക്കെ തന്ന് പിന്നെ ഇത് വളഞ്ഞിട്ട് മർദ്ദിക്കുകയെന്ന് വേറെ അത്ര തന്നെ ചെയ്തത്. വളഞ്ഞിട്ട് മർദ്ദിച്ച് അനാവശ്യം കുറേ പറഞ്ഞ് ഇതൊക്കെയാണ് പൂർണ്ണമായിട്ട് ഇവർ ചെയ്തത്.